നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജോസ് കെ മാണിയെ UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ 5ാമത്തെ നീക്കവും പരാജയപ്പെട്ടു. എന്നുവെച്ചാൽ 18ാമത്തെ അടവും പരാജയപ്പെടുത്തി ജോസ് കെ മാണി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസ് കെ മാണിയെ കോൺഗ്രസിലേക്കും UDF-ലേക്കും തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി മെത്രാന്മാർ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിയിലെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ യുവ നേതാക്കളെ അവർ ഇതിനായി സ്വാധീനിക്കുകയും ചെയ്തു. എന്നാൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും കട്ടയ്ക്ക് നിന്ന് അതിനെ എതിർക്കുകയായിരുന്നു. കാരണം UDF-ലേക്ക് ജോസ് കെ മാണി ഇപ്പോൾ കയറി ചെന്നാൽ അദ്ദേഹത്തിന് അവിടെ കാര്യമായ വിലയൊന്നും കിട്ടുകയില്ല. പാലായിൽ അടുത്ത പ്രാവശ്യം നിന്ന് അദ്ദേഹം ജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. കാരണം UDF ടിക്കറ്റിൽ നിന്നാൽ പാലയിൽ അദ്ദേഹം ജയിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതാദ്യമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്ക സമുദായ നേതൃത്വത്തിന്റെ തിട്ടൂരത്തെ അവഗണിച്ചുകൊണ്ട് ഇടതുമുന്നണിക്ക് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കത്തോലിക്ക മെത്രാന്മാർക്ക് വലിയ എതിർപ്പുണ്ട്. എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ UDF-ൽ എത്തിക്കണം. കാരണം UDF-ലായാലും LDF-ലായാലും പണ്ട് മാണി സാറായിരുന്നു സഭകളുടെയും സർക്കാരിൻ്റെയും ഇടയിലുള്ള പാലം. അതുകൊണ്ട് തന്നെ മാണി സാർ ആ ജോലി കൃത്യമായി ഭംഗിയായി നിവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മാണി സാർ പോയതിനു ശേഷം ജോസ് കെ മാണി വന്നത് സഭകൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ലായിരുന്നു. കാരണം ജോസ് കെ മാണിക്ക് മാണി സാറിനെ പോലെയുള്ള തന്ത്രജ്ഞതയും സഭകളെയും സർക്കാരിനെയൊക്കെ രണ്ട് തട്ടിലിട്ട് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു പക്വതയും തന്ത്രജ്ഞതയും ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ വിശ്വസിച്ച് തങ്ങൾ രാഷ്ട്രീയ നീക്കം നടത്തിയാൽ അപകടത്തിലാവും, അബദ്ധത്തിലാവുമെന്നാണ് കത്തോലിക്ക മത നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ കത്തോലിക്ക സഭയ്ക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണി UDF-ലെത്തിയാൽ ഒരു 6 സീറ്റ് ഇപ്പോൾ നിന്നും എക്സ്ട്രാ UDF-ന് ലഭിക്കും. മാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ള വോട്ട് ബാങ്ക്, കാരണം മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും അവരുടേതായ തട്ടകങ്ങളിൽ വോട്ട് ബാങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കും UDF സ്ഥാനാർത്ഥികൾക്കും അനുകൂലമായി നീങ്ങിയാൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലൊക്കെ UDF അനുകൂല ഒരു തരംഗമുണ്ടാകും. അതുവഴി UDF-ന് ഭരണത്തിലേറാൻ കഴിയും. ഇതെല്ലാം മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ജോസ് കെ മാണിയെ UDF-ലെത്തിക്കാൻ വീണ്ടും ഒരു ശ്രമം നടത്താൻ കത്തോലിക്ക മത നേതൃത്വം തീരുമാനിച്ചത്. 3 രൂപതകളും പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി 3 രൂപതകളും അതിനായി പരിശ്രമിച്ചെങ്കിലും ജോസ് കെ മാണി അതിന് നിന്നു കൊടുത്തില്ല. കാരണം ഇപ്പോൾ LDF വിട്ടാൽ തൻ്റെ വിശ്വാസ്യത അതോടുകൂടി അവസാനിക്കുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാം. മാത്രമല്ല CPM ആണ് പാർട്ടി. CPM വളരെ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യും ജോസ് കെ മാണിയെ. കാരണം പക ഒടുങ്ങാത്ത മനസ്സാണ് CPM-നുള്ളത്. ഒരിക്കൽ തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വിടുന്ന പരിപാടിയില്ല അവർക്ക്. കെ മാണിയെ നിർത്തിപ്പൊരിച്ചതും അതുകൊണ്ടാണ് ബാർക്കോഴ വിഷയത്തിലെല്ലാം. 1980-ൽ കേരളത്തിലെ 2ാമത്തെ CPM സർക്കാർ എന്ന് വെച്ചാൽ 3ാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് KM മാണിയുടെയും AK ആന്റണി കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടിയായിരുന്നു. എന്നാൽ 20 മാസം കഴിഞ്ഞപ്പോൾ KM മാണി പിന്നിൽ നിന്ന് കുത്തി വിട്ടുപോയി. അങ്ങനെയാണ് കരുണാകരന്റെ നേതൃത്വത്തിൽ വീണ്ടും UDF മന്ത്രിസഭ വന്നത്. അപ്പോൾ അതിനുശേഷം മാണിയോട് പൊറുക്കാൻ CPM തയ്യാറായിരുന്നില്ല. ഓരോ തവണയും മാണിയെ അടിക്കാൻ കിട്ടുന്ന സമയം അവർ വെറുതെ, അല്ലെങ്കിൽ അടിക്കാൻ കിട്ടുന്ന അവസരം അവർ വെറുതെ ഉപേക്ഷിക്കില്ലായിരുന്നു. ഇപ്പോൾ LDF ഇട്ടിറങ്ങിയാൽ LDF-ന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, താൻ ചിലപ്പോൾ വഴിയാധാരമായി പോവുകയും CPM-ന്റെ രാഷ്ട്രീയ ആക്രമണം ചെറുക്കാൻ കഴിയാതെ താൻ പതറിപ്പോവുകയും ചെയ്താൽ തൻ്റെ പാർട്ടിയുടെ ഗതി എന്താകുമെന്നാണ് ജോസ് കെ മാണി പലരോടും ചോദിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ 2026-ലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ LDF-നൊപ്പം തന്നെയായിരിക്കും. അച്ഛന്മാരും മെത്രാന്മാരും എന്തു പറഞ്ഞാലും ഞങ്ങൾ LDF-നൊപ്പം തന്നെയായിരിക്കും. 2026-ന് ശേഷം ആലോചിക്കാം പിതാക്കന്മാരെ എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ UDF-ലെത്തിക്കാനുള്ള കത്തോലിക്ക സഭാ പിതാക്കന്മാരുടെ നീക്കം വീണ്ടും പരാജയമടഞ്ഞിരിക്കുകയാണ്.